മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ആരോപണങ്ങളും കടുത്ത പ്രതികരണങ്ങളുമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പല നേതാക്കന്മാരും പ്രവർത്തകരും കമ്മിറ്റികളുമൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് LDFിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ വൈസ് ചെയർമാനായ തോമസ് ചാഴിക്കാടൻ. LDFിൻ്റെ കോട്ടയത്തെ സ്ഥാനാർത്ഥിയായിരുന്നു തോമസ് ചാഴിക്കാടൻ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പാളയത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച തോമസ് ചാഴിക്കാടൻ ഇടതുപക്ഷത്തോടൊപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗം പോയപ്പോൾ ഒപ്പം പോവുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ചുണ്ടായ വമ്പൻ പരാജയത്തിൽ മനസ്സ് തളർന്നുപോയ തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തുന്നു. പിണറായി വിജയന്റെ നിലപാട് തന്റെ തോൽവിക്ക് പ്രധാന കാരണമായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും തന്റെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണെന്ന് തോമസ് ചാഴിക്കാടൻ തുറന്നു പറയുന്നു. രണ്ടാമതായി പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പല കോട്ടകളിൽ നിന്നും തനിക്ക് ലഭിക്കുമെന്ന് കരുതിയിരുന്ന പല വോട്ടുകളും ലഭിക്കാതെയും പോയി. അതായത് സർക്കാർ വിരുദ്ധ വികാരമുണ്ടായിരിക്കുന്നു. ആ സർക്കാർ വിരുദ്ധ വികാരമുണ്ടായതിന്റെ പ്രധാന കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് അടിവരയിട്ട് ഉറച്ച ശബ്ദത്തോടുകൂടി മാണി വിഭാഗത്തിന്റെ ചർച്ചയിൽ അദ്ദേഹം തുറന്നടിച്ചു പറയുകയും ചെയ്യുന്നു. എന്നാൽ ജോസ് കെ മാണി എന്ന നിയുക്ത രാജ്യസഭാ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ വെച്ചു നീട്ടിയ അല്ലെങ്കിൽ CPM കനിഞ്ഞു തന്ന തന്റെ രാജ്യസഭാ സീറ്റിനെ ഓർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നു. തോമസ് ചാഴിക്കാടനെ വേദനിപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. കേരളമൊട്ടാകെ വലിയ ധൂർത്തായി ആഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സ് പാലയിലെത്തിയപ്പോൾ പാലയിലെ വേദിയിൽ വെച്ച് സാധാരണക്കാരായ റബ്ബർ കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ശ്രമിച്ച തോമസ് ചാഴിക്കാടനെ ഈ വേദിയിൽ ഇതാണ് പറയേണ്ടത് എന്ന ബോധ്യമില്ലാത്ത ഒരാളാണ് തോമസ് ചാഴിക്കാടൻ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ സമയം മുതൽ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഒരു അഭിപ്രായ ഭിന്നത ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. അതിന്റെ പ്രധാന കാരണം ജോസ് കെ മാണിയാണ്. ഒരു വേദിയിൽ വെച്ച് പാർട്ടിയുടെ വൈസ് ചെയർമാനെ ഇങ്ങനെ ആക്ഷേപിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ എതിർപ്പ് അറിയിക്കുവാനോ ചെയർമാനായ ജോസ് കെ മാണി മുതിർന്നില്ല എന്നുള്ളതാണ് വിമർശനത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഒക്കെ പ്രധാന കാരണം. അവിടെ നിന്നും വിള്ളലുകൾ അങ്ങനെ പ്രകടമായി പ്രകടിപ്പിക്കാതെ കേരള കോൺഗ്രസ് മാണി വിഭാഗം മുൻപോട്ട് പോകുന്നു. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ഒരുവിധം മയപ്പെട്ടു വന്നു. പിന്നീടുണ്ടായ തോൽവി ആ അകൽച്ച പിന്നെയും വർദ്ധിപ്പിച്ചു. അതിന്റെ കാരണമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപക്വമായ ചില നിലപാടുകളും അദ്ദേഹത്തിന്റെ അമർഷവും ധാർഷ്ട്യവും ധൂർത്തും ഒക്കെയാണ് തന്റെ പരാജയത്തിന്റെ പ്രധാന കാരണമെന്ന് തോമസ് ചാഴിക്കാടൻ പറയുമ്പോൾ അതിന്റെ നിശബ്ദതയാണ് മാണി വിഭാഗത്തിൽ ജോസ് കെ മാണിയുടെ വിഭാഗത്തിൽ നിന്ന് ഉയരുന്നത്. പകരം ജോസ് കെ മാണി പറയുന്നത് ഇങ്ങനെയാണ്: ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ ഭാഗമായി മാത്രമാണ് തോൽവി ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ CPMനെയോ പിണറായി വിജയനെയോ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, LDF യോഗത്തിൽ തോമസ് ചാഴിക്കാടൻ എന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈസ് ചെയർമാന്റെ അഭിപ്രായം ഉന്നയിക്കേണ്ട എന്നൊരു തീരുമാനം കൂടി എടുക്കുമ്പോഴേക്കും ആ വിള്ളലിന്റെ ആഘാതം വർദ്ധിക്കുകയാണ്. അതായത് നിലവിൽ ജോസ് കെ മാണി വിഭാഗത്തിൽ അല്ലെങ്കിൽ മാണി വിഭാഗത്തിൽ തോമസ് ചാഴിക്കാടന് ശബ്ദമില്ല എന്ന് സാരം, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ഇടമില്ല എന്ന് സാരം. തോമസ് ചാഴിക്കാടൻ എന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ വൈസ് ചെയർമാനേക്കാൾ ജോസ് കെ മാണിക്ക് ഏറ്റവും പ്രധാനം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ തലക്കനവുമാണ് എന്ന് വെളിപ്പെടുത്തുമ്പോഴാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ വിള്ളൽ രൂക്ഷമാകുന്നത്. ഇതോടുകൂടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ചേക്കേറുവാൻ വേണ്ടിയുള്ള അനൗദ്യോഗികപരമായ പല ചർച്ചകളും തോമസ് ചാഴിക്കാടനോടൊപ്പം നിൽക്കുന്ന വിഭാഗം നടത്തി കഴിഞ്ഞിരിക്കുന്നു. നിലപാടില്ലാത്ത അല്ലെങ്കിൽ നിശബ്ദമായി വാമൂടി നിൽക്കുന്ന ഒരു നിലപാടാണ് ജോസ് കെ മാണി പല ഘട്ടത്തിലും എടുത്തിട്ടുള്ളത് എന്ന അഭിപ്രായമാണ് മാണി വിഭാഗത്തിൽ തോമസ് ചാഴിക്കാടനോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരും ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാത്ത തങ്ങളുടെ ചെയർമാനൊപ്പം നിൽക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട് ജോസ് കെ മാണിക്ക് എതിരായി നിൽക്കുന്ന തോമസ് ചാഴിക്കാടൻ വിഭാഗം. ജോസ് കെ മാണിക്ക് CPMും പിണറായി വിജയനും ഒക്കെ നൽകിയ രാജ്യസഭാ അംഗത്വത്തിനുള്ള ഉപകാരസ്മരണയും നന്ദിയുമാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്ന രൂക്ഷമായ ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. അതായത് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഭിന്നാഭിപ്രായം ഉടലെടുത്തിരിക്കുന്നു എന്ന് സാരം.
ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന ചുരുക്കം ചില പേരും പിണറായി വിജയന്റെ ദാസനായി നിൽക്കുന്ന ജോസ് കെ മാണി ഏകപക്ഷമായ പല നിലപാടുകളും എടുക്കുന്നത് കൊണ്ട് പാർട്ടിക്കുള്ളിൽ ജോസ് കെ മാണിക്കെതിരായ ഒരു വലിയ വിഭാഗം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അവർ തോമസ് ചാഴിക്കാടന് പിന്തുണ നൽകുന്നു. ഇനി തോമസ് ചാഴിക്കാടന്റെ നിലപാട് എന്തെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി അനൌദ്യോഗികപരമായ ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ സ്വാഭാവികപരമായും ഇനി ജോസഫ് വിഭാഗത്തോടൊപ്പം തോമസ് ചാഴിക്കാടന്റെ കൂട്ടർ ചേക്കേറുവാനാണ് സാധ്യത ഏറെയുള്ളത്. എന്നിരുന്നാലും തോമസ് ചാഴിക്കാടൻ കോട്ടയം ജില്ലയിലടക്കം വലിയ കരുത്തുള്ള അല്ലെങ്കിൽ വലിയ അടിവേരുള്ള വലിയ സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തോടൊപ്പം പോകുമോ, അല്ല കോൺഗ്രസ് ലയിക്കുമോ, അതല്ല എങ്കിൽ പുതിയ മുന്നണിയായി മാറുമോ, ഇനി BJPക്ക് കൈകൊടുക്കുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചയാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നിലവിൽ ഇപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഭിന്നാഭിപ്രായം ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണിക്ക് ഏകപക്ഷീയമായ നിലപാടാണ് ഉള്ളതെന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് ഒരു അഭിപ്രായം ഉയരുന്നു. രാജ്യസഭാ സീറ്റ് CPM നൽകിയതിനുള്ള ഉപകാര സ്മരണയാണ് നിലവിൽ ജോസ് കെ മാണി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന രൂക്ഷമായ ആരോപണവും ആക്ഷേപവുമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്.